ജോസഫ് നല്ല സ്പീഡിൽ പോവുകയായിരുന്നു. മനസ്സിൽ ചാരുവിനെ എങ്ങനെയെങ്കിലും വരുതിയിൽ വരുത്തണമെന്ന ചിന്തയാണ്. എതിരെ വരുന്ന നീല ബസ് കാണി അവൻ പതിയെ ബ്രേക്ക് ചവിട്ടി. ഇല്ല, ബ്രേക്ക് കിട്ടുന്നില്ല. ജോസഫ് പരിഭ്രാന്തനായി. അവൻ വീണ്ടും ചവിട്ടി നോക്കി. ഒരു മാറ്റവുമില്ലാതെ അതേ സ്പീഡിൽ കാറ് മുന്നോട്ട്. ഒന്ന് ചിന്തിക്കും മുൻപേ ബസ് പാഞ്ഞടുക്കുന്നതറിഞ്ഞു ജോസഫ്. അവിടെ നിൽക്കുന്നവർ പകപ്പോടെ ആ കാഴ്ച കണ്ടു. അന്തരീക്ഷമാകെ പൊടിപടലം കൊണ്ട് നിറഞ്ഞു. പുഴക്കരയിലിരുന്ന് ആശ മാളൂട്ടി കുറയ്ക്ക് പാടിക്കൊടുക്കുകയാണ്. കുഞ്ഞിൻ്റെ കയ്യിലെ പ്ലാസ്റ്റർ വെള്ളത്തിൽ നനയരുത്. അതുകൊണ്ട് തന്നെ മാളൂട്ടിക്കൊപ്പം ആശയും പാറപ്പുറത്തിരിപ്പാണ്. അല്ലി ഹോസ്പിറ്റൽ ഉപയോഗിച്ച ഡ്രസ്സെല്ലാം കൂട്ടിയിട്ട് അലക്കുന്നു. അജിത്തും അനുവും വന്ന പാടെ വെള്ളത്തിലേക്ക് ചാടിയതാണ്. ആശ മോൾക്കൊപ്പം ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ മാളൂട്ടി വെള്ളത്തിലേക്ക് ഇറങ്ങണമെന്ന് വാശി പിടിച്ചേനെ. ആശയ്ക്ക് മോളി ഓരോന്ന് പറഞ്ഞു കൊണ്ട് നടക്കാൻ നന്നായി അറിയാം. അതൊരു കണക്കിന് അല്ലിക്ക് നല്ല ആശ്വാസമാണ്. ആർക്കാടി ആശ കിട്ടാഞ്ഞത്? മനു കുസൃതിയോടെ ആശയെ നോക്കുന്നതോടൊപ്പം അല്ലിയുടെ മേലേക്ക് വെള്ളം തെറിപ്പിച്ചു. ഐഷ് മനുവേട്ട, അടങ്ങിയിരുന്നോട്ടോ. മാറിയിടാൻ പോലും ഞാനൊന്നും എടുത്തിട്ടില്ല, പറഞ്ഞേക്കാം. അല്ലി തിരിഞ്ഞു നിന്ന് മനുവിന് നേരെ കണ്ണുരുട്ടി. മനു ഊറി ചിരിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് വന്നു. അല്ലി കണ്ണുരുട്ടി ചുറ്റും നോക്കി. പിള്ളേരൊക്കെ നിൽപ്പുണ്ട്. ആശ മാളൂട്ടി കലപ്പിക്കുന്ന തിരക്കിലാണ്. അജിത്ത് ആവട്ടെ വെള്ളത്തിൽ മുങ്ങാൻ കൂടിയിട്ടിരിപ്പാണ്. മനു അവളുടെ അരികിലേക്ക് വന്നു. ദേ, കളിക്കാൻ നിൽക്കല്ലേ കേട്ടോ, എല്ലാവരും ഉള്ളതാ. അല്ലി അവളുടെ കയ്യിലെ അലക്ക് സോപ്പ് അവൻ്റെ ദേഹത്തേക്ക് എറിഞ്ഞു. മനു കുസൃതിയോടെ മീശ പിരിച്ച് ആ സോപ്പ് മറുകൈകൊണ്ട് ക്യാച്ച് പിടിച്ചു. ഇങ്ങനെ കട്ട് തിന്നാനേ ഒരു പ്രത്യേക രസമാല്ലേ, നിനക്കത് അറിയാഞ്ഞിട്ടാ? മനു പതിഞ്ഞ താളത്തിൽ പറഞ്ഞപ്പോൾ അല്ലിയുടെ മുഖം ചുവന്നു പോയി. അവളൊന്നും മിണ്ടാതെ അവൻ്റെ കയ്യിൽ നിന്ന് ആ സോപ്പ് തട്ടിപ്പറിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്ന് തുണി അലക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അലക്കി തീർത്ത് മുഴുവൻ തുണികളും. കുറച്ച് കഴിഞ്ഞപ്പോൾ അജിത്തും മനുവും കരയിലേക്ക് കയറി. എടി ആശേ, നേരം ഇരുട്ടി, കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങ് വന്നേ നീയ്. അവർ വന്നോളും. അമ്മ ഉമ്മറത്തുനിന്ന് വിളിച്ചു പറയുന്നുണ്ട്. അത് കേൾക്കി ആശ മാളൂട്ടിയെയും കോരിയെടുത്ത് നടന്നു. ഞാൻ പോകുവാ ചേച്ചി, അലക്കിക്കഴിഞ്ഞ് വാ കേട്ടോ. പോകുന്ന പോക്കിൽ വിളിച്ചു പറഞ്ഞു ആശ. ഒപ്പം തന്നെ അജിത്തും നടന്നു. വീട്ടിൽ ആവണി അമ്മയോട് വർത്തമാനം പറഞ്ഞിരിപ്പുണ്ടാകും. പോയി ചുമ്മാ ചൊറിയാമെന്ന ഉദ്ദേശത്തിൽ അവനും ആശയ്ക്ക് പിന്നാലെ നടന്നു. അലക്കി എല്ലാ തുണികളും ബക്കറ്റിലേക്ക് എടുത്തു വെച്ച് അല്ലിയും പാറപ്പുറത്തേക്ക് കയറി. എൻ്റെ തല തോർത്തി താടി. മനു അവൻ്റെ കയ്യിലുള്ള നനഞ്ഞ തോർത്ത് അവൾക്ക് നേരെ എറിഞ്ഞു. അല്ലി അത് വെള്ളത്തിൽ ഒന്നുകൂടെ മുക്കിപ്പിഴിഞ്ഞ് അവൻ്റെ തലയിൽ തോർത്തിക്കൊടുത്തു. അവൻ അവൾക്ക് പാകത്തിനായി കുനിഞ്ഞു നിന്നു. ഒപ്പം കുസൃതിയോടെ ഇടുപ്പിൽ ഒരു നുള്ളു വെച്ചു കൊടുത്തു. മനുവേട്ട, വേദന എടുക്കുന്നുണ്ട് കേട്ടോ. അല്ലി കുറച്ച് കടുപ്പിച്ച് തന്നെ പറഞ്ഞു. ഓഹോ, വേദനിക്കുന്നുണ്ട്? അത് പറഞ്ഞുകൊണ്ട് അവിടെ കിളിയാക്കി അല്ലി പുളഞ്ഞുപോയി. ഒപ്പം അവനെ പിന്നിലേക്ക് തള്ളി. എവിടെ ഒന്നനങ്ങുന്ന പോലുമില്ല. അവളെയും ചുറ്റിപ്പിടിച്ചങ്ങനെ നിന്നു മനു. പുഴക്കരയിൽ അവർ മാത്രമേയുള്ളൂ. സന്ധ്യം പതിയെ മങ്ങി തുടങ്ങുകയാണ്. കടും ഓറഞ്ച് നിറമുള്ള വാനം. അത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. അപ്പോഴാണ് പുഴയുടെ അങ്ങേവശം നിറഞ്ഞു നിന്നിരുന്ന പോതപ്പുല്ലിനടിയിൽ പൂത്തു നിൽക്കുന്ന പൂവരശ് അവൻ ശ്രദ്ധിക്കുന്നത്. ഇരു പൂവരശിനിടയിലൂടെ ഒരു വഴി കാട്ടിനുള്ളിലേക്കുണ്ട്. അവനത് കണ്ടപ്പോൾ കൗതുകം തോന്നി. ഇതുവരെ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. ആ വഴി എങ്ങോട്ടാണ്? അവൻ അല്ലിയെ നോക്കി ചോദിച്ചു. അത് മുത്തശ്ശിക്കാവിലേക്കാണ്. അല്ലി ചിരിയോടെ പറഞ്ഞപ്പോൾ മനു സംശയത്തോടെ നോക്കി. ആ വഴി നേരെ പോയാൽ ഒരു കുഞ്ഞു കാവ് കാണാം, മുത്തശ്ശിക്കാവ്. നമുക്കൊരിക്കൽ പോകണം മനുവേട്ട, നല്ല ഭംഗിയാണ് കാണാൻ. അല്ലി വിടർന്ന കണ്ണുകളോടെ പറഞ്ഞപ്പോൾ മനുവും പുഞ്ചിരിച്ചു. മാളൂട്ടിയുടെ മുറിവ് മാറട്ടെ, നമുക്കവിടെ പോകാം. മനു നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. ശേഷം പതിയെ എഴുന്നേറ്റ് അവനൊപ്പം അല്ലിയും എഴുന്നേറ്റു. ആരോ വിളിച്ചു പറഞ്ഞതറിഞ്ഞാണ് സിനി ഹോസ്പിറ്റൽ എത്തുന്നത്. അവൾ ധൃതിയിൽ നടക്കുമ്പോൾ കാഷ്വാലിറ്റിയിൽ ജോസഫിനെ കിടത്തിയിട്ടുണ്ട്. വല്ലാത്ത രൂപമാണത്, ചോരയിൽ കുളിച്ച്. ഒരു വട്ടമേ സിനി ആ രൂപം കണ്ടുള്ളൂ. അവൾ മുഖം തിരിച്ചുപോയി. വിവരമറിഞ്ഞ് ആര്യ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. ആര്യ ജോസഫിൻ്റെ ഒപ്പം നിൽപ്പുണ്ട്. സിനി വന്നത് കണ്ടപ്പോൾ ആര്യക്ക് ആശ്വാസമായി. അവൾ സിനിക്കരികിലേക്ക് വന്നു. നിങ്ങൾ വരുവാൻ കാത്തിരിക്കുകയായിരുന്നു, ഞാനെന്നാ പോകട്ടെ? ആര്യ സിനിയെ നോക്കി ആശ്വാസത്തോടെ പറഞ്ഞു. സിനി അത് കേൾക്കെ ഒരു സൈഡ് കോട്ടി ചിരിച്ചു. ചത്തു എന്നാരോ പറഞ്ഞു, സത്യമാണോ എന്നറിയാൻ വന്നതാ. കണ്ടു, ഞാൻ പോകുന്നു. ആദർശ ഭാര്യയുടെ റോള് ഞാൻ ചെയ്യുമെന്ന് വിചാരിക്കണ്ട. അതൊക്കെ പണ്ട്, നോക്കാൻ കഴിയില്ല എങ്കിൽ ഇവിടെ ഇട്ടോ. ഇയാളുടെ തന്ത ഒരുത്തനുണ്ട്, അയാൾ കൊണ്ട് പൊയ്ക്കോളും.
സിനി അത്രയും പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് നടന്നുപോയി. ആര്യ പകപ്പോടെ അവൾ പോകുന്നത് നോക്കി നിന്നു. വല്ലാത്ത പക അവളുടെ ഉള്ളിൽ എന്നവൾക്ക് തോന്നി. ഒപ്പം താൻ വലിയൊരു കെണിയിലാണ് പെട്ടതെന്ന് അവൾ ചിന്തിച്ചു പോയി. മാളൂട്ടിയെയും കൊണ്ട് വീട്ടിലേക്ക് കയറിയതും ആശ ആദ്യം ശ്രദ്ധിച്ചത് പരിചയമില്ലാത്ത കുറച്ച് ചെരുപ്പുകൾ ഉമ്മറത്തെ സ്റ്റെപ്പിൽ കിടക്കുന്നതാണ്. അവൾ അകത്തേക്കൊന്ന് പാളി നോക്കിക്കൊണ്ട് പതിയെ അകത്തേക്ക് കയറി. അമ്പല കമ്മിറ്റിയിൽ നിന്ന് പിരിവിന് വന്നതാണ്. മാളൂട്ടിക്ക് അപകടം പറ്റിയതറിഞ്ഞ് അതുകൂടെ അറിയാൻ വന്നതാണ്. കമ്മിറ്റിക്കാർക്കൊപ്പം വിച്ചുവിനെയും കണ്ടെങ്കിലും അവൾ പ്രത്യേക ഭാവമാറ്റമൊന്നുമില്ലാതെ കുഞ്ഞിനെയും പിടിച്ചു മാറി നിന്നു. മാളൂട്ടി അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു. എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു അമ്മേ. അവൾ പോണത് കണ്ട പിന്നാലെ വിച്ചു പതിയെ എണീറ്റു. അമ്മ കുഞ്ഞിനെ എടുത്ത് കാര്യമായ സംസാരത്തിലാണ്. അവളോട് പറഞ്ഞാൽ മതി മോനെ, അവൾ എടുത്തു തരും. ആശയുടെ അമ്മയുടെ വാക്ക് കേട്ടതും വിച്ചു തലയാട്ടി അടുക്കളയിലേക്ക് വെച്ചു പിടിച്ചു. അജിത്തിന്റെ കൂടെ വന്ന് വന്ന് അവൻ അവിടെയെല്ലാം നല്ല പരിചയമാണ്. ആശ തിരിഞ്ഞു നിന്നെന്തോ പണിയിലാണ്. കാലനക്കം കേട്ടതും അവൾ മെല്ലെ തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും വിച്ചു അവളെ പൊക്കിയെടുത്തിരുന്നു. വിടടാ, ഇടോ വിടാൻ. ആശ കുതറിക്കൊണ്ട് അവന്റെ പുറത്തിനിട്ട് നല്ല ഇടിവെച്ചു കൊടുത്തു. പക്ഷെ വിച്ചു അത് കാര്യമാക്കാതെ അവന്റെ കാലുകൊണ്ട് അവളെ ലോക്ക് ചെയ്തു. നിനക്കെന്താ എന്നോട് മിണ്ടിയാ? വിച്ചു അവളുടെ മുഖത്തേക്ക് മുഖടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ ദേഷ്യത്തോടെ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നീ പോയി നിന്റെ മറ്റവളോട് പറയടാ. ശബ്ദം താത്തി അവന്റെ നെഞ്ചിനിട്ടൊരു കുത്തും വെച്ചു കൊടുത്തിട്ട് കൊണ്ട് അവൾ പറഞ്ഞതും അവന് ഊറിച്ചിരിച്ചു. വലിയ ഗമയിൽ നടക്കുന്നുണ്ട് എങ്കിലും പെണ്ണിനിപ്പോൾ പൊള്ളുന്നുണ്ട് താൻ മേഘയുടെ കൂടെ നടക്കുന്നത് കണ്ട്. എൻ്റെ മറ്റവൾ ആരാണെന്ന് നീ പറഞ്ഞുതാ, ഞാൻ പോയി പറഞ്ഞോളാം. വിച്ചു തൻ്റെ വിരലുകൾ കൊണ്ട് അവളുടെ നെറ്റിയിൽ വീണ് കിടക്കുന്ന മുടിയിടുകൾ മാടിയൊതുക്കിക്കൊണ്ട് പറഞ്ഞു. അവളൊന്ന് വിറച്ചുപോയി. വീറോടെ പലതും പറയുമെങ്കിലും വിച്ചു അടുത്തേക്ക് വരുമ്പോൾ വ്യതിചലിക്കുന്ന ഹൃദയതാളം അവളെ പലപ്പോഴും തളർത്താറുണ്ട്. ഓ, അതിനാണോ ആളെ കിട്ടാത്തത്? ആ മേഘ പിന്നെയും ഉണ്ടല്ലോ ഒളിഞ്ഞും തെളിഞ്ഞും. പറഞ്ഞു തീർന്നതേ ഓർമ്മയുള്ളൂ. അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്ത് കീഴ്ചുണ്ടിൽ അമർത്തി ചുംബിച്ചു വിച്ചു. പ്രതീക്ഷിക്കാതായതുകൊണ്ട് തന്നെ ആശയുടെ കണ്ണു തള്ളിപ്പോയി. ഒരു മിന്നായം പോലെ അടുക്കള വാതിൽക്കൽ മനു നിൽക്കുന്നത് കണ്ടു. അപ്പോഴേക്കും വിച്ചു അവളിൽ നിന്നും അകന്നു മാറി. ആശ ഒന്നുകൂടെ വാതിൽക്കലേക്ക് നോക്കി. മനുവിനെ കാണുന്നില്ല. തനിക്കിനി തോന്നിയതാണോ? ഒപ്പം വിച്ചുവിനെ കൂർപ്പിച്ചു നോക്കി ആശ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട്, എൻ്റെ പിന്നാലെ അല്ലാതെ വേറെ ആരുടെ പിന്നാലെയും ഞാൻ നടന്നിട്ടില്ലെന്ന്. പിന്നെ മേഘ അവളിൻ്റെ അനിയത്തിയാണ്. നിന്നെ ചൊടിപ്പിക്കാനാണ് അവൾ ഓരോന്ന് ചെയ്യാറ്. വേണമെങ്കിൽ വിശ്വസിക്ക്. അവളുടെ തലക്കിട്ടൊരു കിഴക്കും വെച്ചു കൊടുത്തു മുണ്ടും മടക്കി കുത്തി വിച്ചു നേരെ ഉമ്മറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ പോയ വഴിയെ ചെന്ന് നോക്കി ആശ മനു എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. അവനും അല്ലിയും ഉമ്മറത്തുണ്ട്. മനു വിച്ചുവിനോട് എന്തോ സംസാരിക്കുന്നു. ആശയുടെ മുഖം ചുളിഞ്ഞു. മനസ്സിൽ പേടി മൂടി. മനുവേട്ടൻ കണ്ടിട്ടുണ്ട് എങ്കിൽ പ്രശ്നമാവുകയേ ഉള്ളൂ. അജിത്തേട്ടൻ അറിഞ്ഞാൽ, അച്ഛനറിഞ്ഞാൽ. ആശയറിയാതെ നെഞ്ചിൽ കൈവച്ചു പോയി. അപ്പോഴേക്കും അവർ സംസാരം നിർത്തിറങ്ങിക്കഴിഞ്ഞിരുന്നു. മനുവും അല്ലയും അകത്തേക്ക് കയറിപ്പോയി. മനുവിൻ്റെ മുഖത്ത് പ്രത്യേക ഭാവവ്യത്യാസമൊന്നുമില്ലാതെ കണ്ടപ്പോൾ ആശയ്ക്ക് സംശയമായി. ഇനി മനുവേട്ടനെ കണ്ടതുപോലെ തനിക്ക് തോന്നിയതാണോ? ആശക്കാകെ തലവെരുക്കുന്നത് പോലെ. ഒപ്പം വിച്ചു പറഞ്ഞ വാക്കുകൾ മനസ്സിലേക്ക് ഓടിയെത്തി. ഓർത്തപ്പോൾ അറിയാതെ ചുണ്ടിൽ ചെറുപുഞ്ചിരി. അല്ലിക്കൊപ്പം നടന്ന മനു ഒന്ന് തിരിഞ്ഞു നോക്കി. അവൻ നോക്കുമ്പോൾ എന്തോ ആലോചിച്ച് ചിരിക്കുന്ന ആശയെയാണ് കാണുന്നത്. അവനെന്തോ മനസ്സിലായി എന്ന അർത്ഥത്തിൽ താളത്തിൽ തലയാട്ടി അകത്തേക്ക് കയറിപ്പോയി. ഉച്ചയ്ക്ക് സ്റ്റാഫ് റൂമിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലാണ്. ചാരുവാണെങ്കിൽ രാവിലെ ഒന്നും വെച്ചിരുന്നില്ല വീട്ടിൽ. ധൃതി കൊണ്ടൊന്നിനും സമയം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം കൊണ്ട് വരാതെയാണ് അവൾ വന്നിരുന്നത്. എല്ലാവരും ആഹാരപൊതി തുറന്നപ്പോൾ അവൾ പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അവൾ പോകുന്നത് അപ്പുറത്തെ ബെഞ്ചിലിരുന്ന് വിവേക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ തൻ്റെ ടിഫിൻ എടുത്ത് അവൾക്ക് പിന്നാലെ പുറത്തേക്ക് നടന്നു. പുറത്തെത്തിയതും ചാരുവിനെ കാണുന്നില്ല. വിവേക് സംശയത്തോടെ ചുറ്റും നോക്കി. അപ്പോഴതാ വാഗമര ചുവട്ടിലെ പഴയ ബെഞ്ചിലിരിക്കുന്നു. വിവേക് പുഞ്ചിരിയോടെ അവൾക്കരികിലേക്ക് നടന്നു. അവളെ കണ്ടാലേ അറിയാം ഈ ലോകത്തൊന്നുമല്ലെന്ന്. എന്താണ് ടീച്ചറെ, നല്ല ആലോചനയിലാണല്ലോ. വിവേക് അത് പറഞ്ഞെതിരെ ചെന്നിരുന്നു. ചാരു പെട്ടെന്ന് ഓർമ്മകളിൽ നിന്ന് ഞെട്ടിയതുപോലെ പകപ്പോടെ അവനെ നോക്കി. ഒരിക്കലും വിവേകിന് അവൾ അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവളൊരു മങ്ങിയ ചിരി ചിരിച്ചു. വിവേക് തൻ്റെ ചോറ്റുപാത്രം അവൾക്ക് നേരെ നീട്ടി. ഇന്നൊന്നും കൊണ്ടുവന്നില്ലെന്ന് എനിക്കറിയാം, വാ നമുക്കൊരുമിച്ച് കഴിക്കാം. യാതൊരു മടിയുമില്ലാതെ അവൻ നീട്ടുന്നത് കണ്ടപ്പോൾ അവളൊന്നും മനസ്സിലാവാതെ അവനെ നോക്കി.
എനിക്ക് വേണ്ട മാഷേ, വിശപ്പില്ല, അവൾ മടിയോടെ പറഞ്ഞു. ഏയ് അത് കള്ളം, മടി വിചാരിക്കണ്ട. ഒന്നുമില്ലെങ്കിലും സ്നേഹം കൊണ്ട് ടീച്ചറുടെ അളിയൻ്റെ കയ്യിൽ നിന്ന് 2 തല്ല് കണ്ടതല്ലേ, ആ ബന്ധം നമ്മൾ തമ്മിലില്ലേ? വിവേക് പറയുന്നത് കേട്ടപ്പോൾ ചാരുവിന് വല്ലാതെയായി. താൻ കാരണം. സോറി മാഷേ, വീണ്ടും ക്ഷമ ചോദിക്കുന്നു. മനഃപൂർവ്വമല്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ്. അവൾ പറയുന്നത് കേൾക്കെ വിവേക് ചിരിച്ചു. സാരമില്ലടോ, എനിക്കറിയാം. തൽക്കാലം സോറി ഞാൻ എടുക്കണമെങ്കിൽ ഈ ഫുഡ് ഷെയർ ചെയ്ത് നമുക്ക് കഴിക്കാം, എന്തേ? അവനത് പറഞ്ഞതും ചോറ്റുപാത്രം തുറന്നു. ചാരു ഒന്ന് മടിച്ചെങ്കിലും ഒരാൾ ഭക്ഷണം നീട്ടുമ്പോൾ എങ്ങനെ വേണ്ട എന്ന് പറയുക എന്ന് കരുതി പോയി കൈ കഴുകി വന്നു. ഇരുവരും പകുത്ത് കഴിക്കാൻ ആരംഭിച്ചു. ആ ആള് പിന്നെ ശല്യം ചെയ്യാൻ വന്നിട്ടില്ലല്ലോ? വിവേക് അവളെ നോക്കി ചോദിച്ചു. അവൾ അതിനില്ലെന്ന് തലയാട്ടി. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എപ്പോഴും ടീച്ചർ മറ്റൊരു ലോകത്താവും. എന്താണ് ഇങ്ങനെ കാര്യമായി ചിന്തിച്ചു കൂട്ടുന്നത്? അവനിടയ്ക്ക് അവളുടെ മുഖത്തേക്ക് പതർച്ചയോടെ നോക്കി. അവളിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആരോടും പറയാത്ത എന്തൊക്കെയോ അവളിലുണ്ട്. ചാരു ചെറുപുഞ്ചിരിയോടെ അവനെ നോക്കി. ആലോചിക്കാനാണോ നമ്മൾ മനുഷ്യർക്കില്ലാത്തത് മാഷേ? അവൾ അലസമായി പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇത് തീർത്തും ഒഴിഞ്ഞു മാറ്റമെന്ന് പറയാം, അവൻ വിട്ടുകൊടുക്കാതെ പറഞ്ഞു. അവൾക്ക് തമാശയാണ് തോന്നിയത്. കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് കേൾക്കാതിരിക്കുന്നതാണ് നല്ലത് മാഷേ. അവൾ ഭംഗിയായി പുഞ്ചിരിച്ചു. അവളെ അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. സൂര്യൻ്റെ വെട്ടത്തിൽ അവളുടെ എണ്ണമയമുള്ള മുഖം ഒന്നുകൂടെ തിളങ്ങിയിട്ടുണ്ട്. ഭക്ഷണം ഒത്തിരി നന്നായിരുന്നു എന്നമ്മയോട് പറയണം. അവൻ നോക്കി നിൽക്കുമ്പോൾ അവൾ കൈ പാത്രത്തിൽ നിന്നും എടുത്തുകൊണ്ട് പറഞ്ഞു. അവനൊന്ന് ഞെട്ടി അവളെ നോക്കി. ഇത്ര നേരം താൻ അവളെ നോക്കിയിരിക്കുകയായിരുന്നു എന്നത് അവനിൽ വല്ലാത്ത ജാള്യത നിറച്ചു. ചാരു അവനിൽ നിന്ന് ഓടി ഒളിക്കും പോലെ എഴുന്നേറ്റ് ധൃതിയിൽ നടന്നകന്നു. അവളുടെ പോക്ക് വിവേകി ചെറുപുഞ്ചിരിയോടെ നോക്കി പാത്രം കൊണ്ട് എണീറ്റു. വല്ലാത്തൊരു സ്ത്രീ തന്നെ, അവൻ പുഞ്ചിരിയോടെ ആ നിമിഷം പിറുപിറുത്തു. ഹോസ്പിറ്റൽ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിറകിനെ പോലെ നടക്കുകയാണ് ആര്യ. ജോസഫ് ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല. ഇപ്പോൾ തന്നെ ഹോസ്പിറ്റൽ ചിലവ് ആര്യ വിചാരിച്ചതിലും കൂടുതലായിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ വന്നാൽ തനിക്ക് പോകാമായിരുന്നു. ജോസഫിൻ്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അയാൾ ഇതുവരെ വന്നിട്ടില്ല. സിനിയെ കല്യാണം കഴിക്കുന്നതിനോട് ജോർജ് മുതലാളിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ജോസഫിൻ്റെയും സിനിയുടെയും പ്രണയവിവാഹമായതുകൊണ്ട് തന്നെ അച്ഛനും മകനും തമ്മിൽ നല്ല വഴക്ക് നടന്നിരുന്നു. അതിനുശേഷം ഒരു എടുത്തുചാട്ടത്തിനാണ് സിനിയെ വിവാഹം കഴിച്ചത്. ജോസഫ് അതോടെ അപ്പനുമായി അകന്നു. വാശിക്ക് അവനും പുറകിലേക്കല്ലായിരുന്നു. പക്ഷെ സിനിയോടുള്ള ദിവ്യപ്രേമം കൊണ്ടൊന്നുമല്ല, പകരം ചാരു അവളെയും കൂടെ മനസ്സിൽ കണ്ടിട്ടാണ് ജോസഫ് സിനിയെ വിവാഹം കഴിച്ചത്. പിന്നീട് അവൻ ഉദ്ദേശിച്ചത് നടക്കാതെ വന്നപ്പോൾ സിനിയെയും അവന് വേണ്ടാതെയായി. ഒപ്പം മറ്റുള്ള സ്ത്രീകളെ സമീപിക്കാൻ തുടങ്ങി ജോസഫ്. ഇതെല്ലാം അച്ഛൻ ജോർജിന് അറിയാമെങ്കിലും അവനെ കാണാനോ സംസാരിക്കാനോ തയ്യാറായിരുന്നില്ല ജോർജ്. സിനിയെ ഇന്ന് ഉപേക്ഷിച്ചു വരുന്നു, അന്നേ ഇനി താൻ അവനെ കാണുള്ളൂ എന്ന് തീരുമാനിച്ചു ജോർജ് മുതലാളി. ചാരുവിനെ കിട്ടാതെ സിനിയെ ഉപേക്ഷിക്കില്ല എന്നുള്ള വാശിയിലാണ് ജോസഫ് നിന്നിരുന്നത്. പക്ഷേ അതിനിടയ്ക്കാണ് ആര്യ നാട്ടിലേക്ക് വരുന്നതും ബാക്കി കാര്യങ്ങൾ നടന്നതും. ഏതു നേരത്താണോ എന്തോ ഇയാളുമായി അടുപ്പമുണ്ടാക്കാൻ തോന്നിയത്. ആര്യ ആരോടൊന്നില്ലാതെ പിറുപിറുത്തു. അപ്പോഴേക്കും തൻ്റെ അരികിൽ ഒരു പ്രായം കൂടിയ മനുഷ്യൻ വന്നിരുന്നു. ആര്യ അയാളെ ഒന്ന് നോക്കി. പ്രായമേറെ ഉണ്ടെങ്കിലും അതിലേറെ ഗാംഭീര്യമുള്ളൊരു മനുഷ്യൻ. കണ്ടാൽ ജോസഫിൻ്റെ അതേ മുഖഛായ. ഞാൻ ജോസഫിൻ്റെ അച്ഛനാണ്. അയാളുടെ ഗൗരവമേറിയ ശബ്ദം കേൾക്കെ ആര്യ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴും ജോർജ് മുതലാളിയുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. ആ എരണം കെട്ടവൾ വന്നു പോയല്ലേ? ജോർജിൻ്റെ ശബ്ദം അലർച്ച പോലെ ആയിരുന്നു. ആര്യ ഒന്ന് പേടിച്ചു. അവൾ പേടിയോട് അതേന്ന് തലയാട്ടി. ചുറ്റും കൂടിയിരുന്നവർ അയാളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഏൽക്കാത്ത മട്ടിൽ അയാൾ എഴുന്നേറ്റു. പതിയെ മകനെ കിടത്തിയിരിക്കുന്ന ഐസിയുടെ മുൻപിൽ പോയി ചെറിയ ഗ്ലാസിനിടയിലൂടെ അകത്തേക്ക് നോക്കി. അയാളുടെ മുഖം വലിഞ്ഞു മുറുകി. സിനിയോടുള്ള പക അയാളിൽ നുരഞ്ഞു പൊന്തി.